നമുക്കും ഇതൊരു എല്ലാരും വിചാരിക്കും നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് അഭിനയിക്കാൻ പോകണം. അങ്ങനെ അല്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ റീഇൻവെന്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു ഡിഫറെന്റ് സെൻസസിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അപ്പം മോളുടെ ഒരു കാര്യം ചേച്ചിയോട് ചോദിക്കുകയാണ്, മോള് സിനിമയിലേക്ക് വരുവാണെങ്കിൽ ആറൊപ്പം തുടങ്ങണം എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? സത്യമായിട്ടില്ല. ഇന്നത്തെ സിനിമയിൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും ഉള്ളിൽ ഒരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഒരു അദ്ദേഹത്തിനെ പോലെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പൊ മമ്മൂക്കയോ ചേട്ടനോ ആരാണെങ്കിലും whoever it is, അവരുടെ എക്സ്പീരിയൻസ് അവളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ ഒരു വലിയ എന്താ പറയാ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് അവളുടെ ക്യാരക്ടർ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു ന്യൂ കമറിനേക്കാളും. അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഒന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ എന്താ പറയാ, അങ്ങനെ വരണം. അതൊരു ഭാഗ്യം പോലെ അവളിലേക്ക് ഒഴുകി എത്തണം. എന്തുതരം ക്യാരക്ടേഴ്സ് ചെയ്താൽ ആള് ഭംഗിയാക്കും എന്നാ തോന്നുന്നത്? അങ്ങനെയൊന്നും എനിക്ക് അല്ലടാ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും എന്റെ കാര്യത്തിൽ പോലും വരുന്ന ഓപ്പർച്യൂണിറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എല്ലാ കാര്യത്തിലും. ഞാൻ അതെന്താ അറിയില്ല, അത് നമുക്ക് ഈ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങോട്ട് വരുന്നോണ്ട് അങ്ങോട്ട് പോയി ചോദിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമായിട്ടൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യം. ഇപ്പൊ അങ്ങനെ അല്ലാന്നറിയാം, എന്നാലും അതൊരു ഹാബിറ്റ് ആയി പോവുമല്ലോ നമുക്ക്. നമ്മൾ അങ്ങനെ പോയി ചോദിക്കുന്നൊന്നും ചോദിക്കാറില്ല. ഐ ഹവ് നെവർ ഡൺ ദാറ്റ്, ബട്ട് ഐ ഗെസ് ഐ ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ്. പക്ഷെ ചെയ്യുന്നില്ല. എനിക്ക് അഭിപ്രായമൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുമെങ്കിലും ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ നേഹടുത്തും പറയുന്നത്, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, അയ്യോ എനിക്ക് ഉറങ്ങണം, അയ്യോ എനിക്ക് ക്ഷീണമുണ്ട്, ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. ഇഫ് യു ആർ പാഷനേറ്റ് ഓൺലി ഡു ഇറ്റ്. അതർവൈസ് ഒരുപാട് കുട്ടികൾ പാഷനേറ്റ് ആയിട്ട് ഈ പ്രൊഫഷനിലോട്ട് കടന്നു വരാൻ ഭയങ്കര വെരി ടാലന്റഡ് കുട്ടികളുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറയും, എൻ്റെ അമ്മയുടെ പേരിൽ എൻ്റെ പേരിലൊക്കെ അവൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് മോശമാക്കരുത്. ഡു യുവർ ബെസ്റ്റ്, കീപ് ഒബ്സർവിങ്. ഡയറക്ടർ പറഞ്ഞു തരുന്ന മാത്രമല്ല, നമ്മുടെ മനസ്സിൽ വരുന്ന ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, യു ഹാവ് ടു കൺവേഴ്സ്. പണ്ടൊക്കെ തത്തമേ പൂച്ച എന്ന് പറഞ്ഞ് ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് രാജവേട്ടൻ തന്ന ഒരു ഫ്രീഡം ഉണ്ട്. രാജവേട്ടൻ പറഞ്ഞു തരും, ഞാൻ ഇങ്ങനെ പറഞ്ഞ കൊള്ളാലോ മോളെ, എങ്ങനെ ചെയ്യ്, അല്ലെങ്കിൽ ഇങ്ങനെയും കൂടെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ. രാജവേട്ടൻ ഭയങ്കരമായിട്ട് എന്നെ പാമ്പർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ലൊക്കേഷനിലോ അങ്ങനെ ഒരു സ്ഥലത്ത് അവൾ എത്തിപ്പെട്ടാൽ വെൽ ആൻഡ് വെരി ഗുഡ്. അതല്ലെങ്കിൽ ഷീ ഷുഡ് ടേക്ക് ഇനിഷ്യേറ്റീവ്. അതായത് എന്താണ് എൻ്റെ ക്യാരക്ടറിന്റെ ബേസ്, ഞാൻ എവിടത്തെ ഏത് സിനാരിയോയിലാണ്, എന്ത് ഇമോഷൻസ് ആണ് ഞാൻ ഇതിൽ കൂടെ കൺവേ ചെയ്യേണ്ടത്. ഇത് ഒരു ഡയറക്ടറിന്റെ മനസ്സിൽ നിന്ന് നമ്മൾ പിടിച്ചു പറിച്ച് നമുക്ക് മനസ്സിലാവണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് വരണം. അത് വന്നാൽ പകുതി ജോലി കഴിഞ്ഞു. പിന്നെ നമ്മുടെ കോ ആക്ടേഴ്സ്, നമ്മുടെ ടെക്നിക്കൽ ക്രൂ എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. സി എവറിബഡി ഈസ് ദേർ ടു സപ്പോർട്ട് യു. അപ്പൊ അങ്ങനെ ഒരെണ്ണം വന്നാൽ ഐ തിങ്ക് ഷീ വിൽ എക്സെൽ. എനിക്ക് അവളിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം ആസ് എ മദർ ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്ന, ഷീ ഈസ് വെരി പാഷനേറ്റ് ടു വാട്ട് ഷീ ഡസ്. ഞാൻ എന്ത് ചെയ്താലും ഐ ഫീൽ ലൈക്ക് കുറച്ചും കൂടി, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ആർട്ട്, ബിക്കോസ് അത് ഞാൻ എത്ര ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഡിസൈനിങ് ഒക്കെ. ഞാൻ ഇഫ് യു പുട്ട് മീ ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ, ഐ വിൽ സ്പെൻഡ് 24 hours ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് ഡിസൈനിങ്. അത് അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. ആർട്ടിന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുണ്ട്. സോ അമ്മ പറഞ്ഞത് അത് സ്കൂളിലൊക്കെ ആയിരുന്നു, ഇപ്പൊ അങ്ങനെ അല്ല, മാറി. ഇപ്പൊ ഇങ്ങനെ പാഷൻ വിട്ടു പോരുതെന്ന് മാത്രമേ ഞാൻ പറയൂ. അപ്പം മോള് മലയാള സിനിമകൾ കാണാറില്ലേ? പിന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാണ്? മാർക്കോനെ മാർക്കോന്റെ കൂടെ നമ്മൾ ഇത് കണ്ടിരുന്നു, രേഖാചിത്രം, ഓഫീസർ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും സിനിമ പ്രാന്ത, ഭയങ്കര സിനിമ പ്രാന്ത. പിന്നെ എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഒരു ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ചാൽ, മോശമായിട്ടുള്ള സിനിമയാണെങ്കിൽ എനിക്ക് എണീറ്റ് പോകാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരും. അപ്പൊ ഞാൻ കുത്തിയിരുന്ന ആ സിനിമ മുഴുവനും കാണും. എന്ന് പറഞ്ഞ മാതിരി അത് നമ്മള് കൈകാര്യം ചെയ്യുന്ന ഒരു ഫീൽഡ്, അത് മോശമാവരുത്. അത് ആര് ചെയ്താലും, ഇമ്മെറ്റീരിയൽ ഞാൻ ആ പടത്തിലുണ്ടോ എന്നുള്ളതൊന്നും നമ്മളെ മാറ്റർ ചെയ്യില്ല. ഐ തിങ്ക് ഓൾ ദി ആക്ടേഴ്സ് ആർ ലൈക്ക് ദാറ്റ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.